നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബാഴ്സയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ബോൾ കിട്ടിയാൽ മെസ്സിക്ക് പാസ് ചെയ്യുമായിരുന്നു. മെസ്സി അത് എങ്ങനെയെങ്കിലും ഗോളടിക്കും. അപ്പോൾ എനിക്കൊരു അസിസ്റ്റൻ്റ് പേര് കിട്ടും. ഞാനതാണ് ബാഴ്സയിൽ കളിച്ചപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് തുറന്നു പറയുകയാണ് ജോഡി ആൽബ. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. തൻ്റെ ബാഴ്സയിലെ അവസാനത്തെ സമയം അധികം ബെഞ്ചിലാണിരുന്നത്. അതിനേക്കാൾ നല്ലത് കളിക്കുകയാണല്ലോ എന്ന ഉദ്ദേശത്തിലാണ് ബാഴ്സ വിട്ടുപോയത്. കാരണം തനിക്ക് എളുപ്പമായിരുന്നു ബാഴ്സയിൽ കോൺട്രാക്റ്റ് ഒരു വർഷം കൂടിയുണ്ട്, വേണമെങ്കിൽ അവിടെ തന്നെ തുടരാം, പക്ഷേ ബെഞ്ചിലാവും. തൻ്റെ കുടുംബമൊക്കെ അവിടെ സെറ്റിൽഡാണ്. അത്തരമൊരു ഘട്ടത്തിൽ അവിടെ തുടരുന്നതായിരുന്നു ഈസി ഡിസിഷൻ. എന്നാൽ കളിക്കണമെന്ന ഉദ്ദേശത്തിലാണ് അവിടം വിട്ടത് എന്നുകൂടി ആൽബ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അറ്റ് ബാഴ്സലോണ I was passing the ball to Messi because I knew he would score, and honestly it was good for me because the assist is counted in my name. ബാഴ്സലോണയിലായപ്പോൾ ഞാൻ മെസ്സിക്ക് പന്ത് പാസ് കൊടുക്കുമായിരുന്നു. എനിക്കറിയാം അദ്ദേഹം അത് ഗോളടിക്കും. ഹോണസ്റ്റ്ലി അത് എനിക്കും നല്ലതായിരുന്നു, കാരണം അസിസ്റ്റ് എൻ്റെ പേരിലായിരിക്കും കൗണ്ട് ചെയ്യുക. എൻ്റെ ബാഴ്സലോണയിലെ അവസാനത്തെ സീസൺ, അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റൊരു വേർഷൻ, അധികം കളിക്കാത്ത ഒരു വേർഷൻ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. പക്ഷേ ആ സമയത്തും ഞാൻ എൻ്റെ ടീംമേറ്റ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേണമെങ്കിൽ എനിക്ക് ബാഴ്സയിൽ തുടരാമായിരുന്നു. അതായിരുന്നു എളുപ്പമുള്ള കാര്യം. എൻ്റെ ഫാമിലി അവിടെയുണ്ട്. വേണമെങ്കിൽ എനിക്ക് കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്ക് കൂടിയുണ്ട്, അവിടെ തുടരാമായിരുന്നു. എന്നാൽ ബെഞ്ചിലായിരിക്കും ഉണ്ടാവുക. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അവിടം വിട്ടത്. അത് എനിക്ക് മാത്രമല്ല ക്ലബിനും നല്ല തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പോൾ ജോഡി ആൽബ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.